എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ശിവരാത്രി കഴിഞ്ഞാൽ ഉള്ളൊരു നക്ഷത്രഫലം ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് രാജയോഗം ആരംഭിക്കുന്നു, അവരുടെ ജീവിതത്തിൽ നല്ലത് നടക്കുന്നു എന്നും അതോടൊപ്പം തന്നെ മറ്റു രാശിക്കാരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിലൂടെ ഇന്നൊന്ന് പങ്കുവെക്കാം. ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവചനം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് പറയുന്നു. ദയവായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അത് എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾ ജനിച്ച നക്ഷത്രം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുതേ എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. നാശനഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയം സാധിച്ചു കിട്ടുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. പൊതുജന സേവന രംഗത്തുള്ളവർക്ക് ജനസമ്മതിക്കുള്ള ആഗ്രഹം വർദ്ധിക്കും. ശത്രുദോഷത്തിന് സാധ്യത ഉണ്ടെങ്കിലും ശത്രുനാശത്തിനും സാധ്യതകൾ കൂടുതലുള്ള ദിവസങ്ങളാണ് വരുന്നത്. ധനലാഭവും പ്രതീക്ഷിക്കാം. സന്താന സൗഖ്യം, മനസ്സന്തോഷം, ദ്രവ്യലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ശിവരാത്രിക്ക് ശേഷം മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. ഇവർ ദോഷപരിഹാരത്തിനായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം, ശ്രീകൃഷ്ണന് കദളിപ്പഴം, വെണ്ണ നിവേദ്യം, ദേവിക്ക് കടുംപായസം, നാഗരാജാവിന് സർപ്പസൂക്താർച്ചന എന്നീ വഴിപാടുകൾ ചെയ്യാൻ ശിവരാത്രിക്ക് ശേഷം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശിവരാത്രി ദിവസം തന്നെ ഒരു പ്രാർത്ഥന, അതായത് ചെയ്യേണ്ട ഒരു കാര്യം, നാഗരാജാവിന് 100 പാലും, ഗണപതിക്ക് കറുകമാല, സുബ്രഹ്മണ്യന് കുമാരസൂക്ത പുഷ്പാഞ്ജലി, അതുപോലെ നാരങ്ങാമാല, ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകൾ ഈ ദിവസം തന്നെ ചെയ്താൽ ഇടവക്കൂറുകാർക്ക് വരുന്നൊരു ഭാഗ്യം ധനലബ്ധി തന്നെയാണ്. ഒപ്പം കുടുംബ സൗഖ്യം ഇരട്ടിയായിട്ട് ലഭിക്കും. തൊഴിൽ ലാഭം, ഭൂമി ലാഭം, ശത്രുനാശം, സന്തുഷ്ടി, അർദ്ധലാഭം, ബന്ധുജനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം, സഹോദരങ്ങൾക്ക് ഉയർച്ച തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഈ വഴിപാടുകൾ വഴി ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ ഇവർക്കുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഇനി എഴുതാൻ പോകുന്ന പരീക്ഷ അത് 100% വിജയത്തിലേക്ക് ഈ ശിവരാത്രിയുടെ അനുഗ്രഹത്താൽ എത്തിപ്പെടാൻ സാധിക്കും. രോഗപീഠ, ദ്രവ്യനാശം, മനക്ലേശം, യാത്രാ ദുരിതം, ദാമ്പത്യക്ലേശം, ദേഹ ഉപദ്രവം തുടങ്ങിയ ദോഷ അനുഭവങ്ങളും ഇടയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ശാരീരിക രോഗപീഠകൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിനൊരു മാറ്റം കണ്ടു തുടങ്ങും. ദുഷ്ടജനസംസർഗം ഒഴിവാക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ദുരിതങ്ങളും കലഹങ്ങളും ദാമ്പത്യ ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യങ്ങളിലെ പ്രയാസങ്ങൾ മാറിത്തുടങ്ങും. അപമാന ശ്രവണത്തിന് സാധ്യതയുണ്ട്. മനക്ലേശം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾക്ക് ഇടവരാം. ശത്രുനാശം, ദ്രവ്യലാഭം, കാര്യജയം, സൗഭാഗ്യം,
ബന്ധുജന സൗഖ്യം, അധികാരം, ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ, നാഗരാജാവിന് പാലും പഴവും, ഗണപതിക്ക് കറുകമാല, നാളികേരം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദേഹാരിഷ്ഠിത ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷപരമായ അവസരങ്ങളാണ് വരുന്നത്. ദ്രവ്യലാഭം, ദാമ്പത്യ സുഖം, ജീവിതത്തിലെ കലഹങ്ങൾ അവസാനിക്കാനുള്ള സാധ്യത എന്നിവ സമ്മാനിക്കും. വസ്ത്രലാഭം, ബന്ധുസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാക്കും. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് നെയ്വിളക്ക്, പാലഭിഷേകം, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, കദളിപ്പഴം, തുളസിമാല, നാഗരാജാവിന് 100 പാലും എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ശിവരാത്രിക്ക് ശേഷം ഉള്ള ഫലം ഒന്ന് നോക്കാം. ധനനേട്ടം ഉണ്ടാകും. അപമാന ശ്രവണത്തിൽ നിന്നും മുക്തനാകും. സ്ഥാനക്കയറ്റം, രോഗമുക്തി, അർദ്ധലാഭം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അഗ്നിഭയവും ശത്രുപീഡയും ചോരഭയവും ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ദുഷ്ടജന സംസർഗത്തിൽ നിന്ന് ഒഴിവായി നിൽക്കും. അതുപോലെ കുടുംബസുഖം, സുഖലബ്ധി, ധനലബ്ധി, ബന്ധുജനങ്ങളുമായിട്ട് മെച്ചപ്പെട്ട സഹകരണം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. ഇവർ ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന, നാരങ്ങാമാല, ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ, ഗണപതിക്ക് കറുകമാല, നാളികേരം, നാഗരാജാവിന് പാലും പഴവും എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ ഓരോ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നവർക്ക് യാത്രാ ദുരിതങ്ങളും കാര്യതടസ്സങ്ങളും ഒന്നും ഉണ്ടാകില്ല. ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്തു തന്നെ കാര്യങ്ങൾ നടക്കും. രോഗപീഠ, ശത്രുഭയം, മനോവ്യസനം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്ക് ഒരു അറുതി വരും. ദാമ്പത്യ ക്ലേശങ്ങൾ ഒഴിവാക്കാൻ പരസ്പരം വിട്ടുവീഴ്ചകൾ ഈ ദിവസങ്ങളിൽ അനിവാര്യമാകും. സർക്കാർ കാര്യങ്ങളിൽ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. ശത്രുനാശവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇവർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം നാഗരാജാവിന് 100 പാലും, ഗണപതിക്ക് കറുകമാല, നാളികേരം, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി തുലാക്കൂറിൽ പിറന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. ധനലബ്ധി, ആഭരണലബ്ധി, അർദ്ധലാഭം, വാക്വിലാസത്തിലൂടെ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. ബന്ധുഗുണവും പ്രതീക്ഷിക്കാം. ശത്രുദോഷത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞു തുടങ്ങും. ഇനി വരും ദിവസങ്ങളിൽ ശത്രുക്കളുടെ മേൽ വിജയവും പ്രതീക്ഷിക്കാം. തുലാക്കൂറിൽ പിറന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം സുബ്രഹ്മണ്യന് പാലഭിഷേകം സമർപ്പിക്കുക എന്നതാണ്. ഒപ്പം നെയ്വിളക്കും, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, കദളിപ്പഴം, തുളസിമാല എന്നീ വഴിപാടുകൾ നടത്താനും തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കണം. ഇനി വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ശിവരാത്രിക്ക് ശേഷം ഉള്ള ഫലം ഒന്ന് നോക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ സന്തോഷങ്ങൾക്ക് ഇടവരും. രോഗപീഠകൾ വിട്ടൊഴിയും. ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കുന്നതിലെ തടസ്സങ്ങൾ നീങ്ങും. ചിലവുകൾ വർദ്ധിക്കും. ദൂരയാത്രയ്ക്കോ വിദേശവാസത്തിനോ അവസരം ഉണ്ടാകും. ധനാഗമത്തിൽ വർധനവ്, സുഖം, ഭക്ഷ്യസമൃദ്ധി, അർദ്ധലാഭം,
സുഹൃത്തുക്കളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം, ശ്രീകൃഷ്ണന് പാൽപായസം, കദളിപ്പഴം, വെണ്ണ നിവേദ്യം, നാഗരാജാവിന് സർപ്പസൂക്താർച്ചന, കരിക്കഭിഷേകം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.